നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ വീഡിയോ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉപയോഗിച്ച് അത്തരം ഫോട്ടോ വീഡിയോ നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകളിൽ നമുക്ക് സെക്യൂരിറ്റി കുറവാണ്. മാത്രമല്ല അത്തരം തേർഡ് പാർട്ടി ആപ്പുകളിലൊക്കെ നിങ്ങളുടെ പ്രൈവസി സൂക്ഷിക്കുന്ന ഫോട്ടോ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ സെർവറിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടത് ഭാഗത്ത് 3 ലൈന് കാണും. ചില ഫയൽ മാനേജറിൽ താഴെ ഭാഗത്ത് 3 ഡോട്ട് ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, നമുക്കത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഷോ ഹിഡൻ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഇത് ഓഫ് ആയിരിക്കും, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫയൽ മാനേജറിലേക്ക് വരിക. ഫയൽ മാനേജറിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ SD കാർഡ് ഉണ്ടെങ്കിൽ SD കാർഡ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജും ചോദിക്കും. വേണ്ടത് സെലക്ട് ചെയ്യുക. ഏതിലാണോ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക. ശേഷം ഇതുപോലെ കാണുന്ന ഭാഗത്ത് ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോൾഡറായിട്ട് ഇവിടെ വരും. ആ ഫോൾഡർ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫോട്ടോ വീഡിയോ ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു ഫോൾഡറാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്. ലൈവ് ടിപ്സ് മീഡിയ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ഈ ടൈപ്പ് ചെയ്ത പേരിന് ഏറ്റവും ആദ്യത്തിലേക്ക് നമുക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. കീബോർഡിനകത്ത് കാണുന്ന ആ ഡോട്ട് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. നമ്മുടെ പേര് ഇവിടെ ഉണ്ട്. പേരിൻ്റെ ആദ്യത്തിലൊരു ഡോട്ട് കാണാൻ സാധിക്കും. തുടർന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു പോപ്പപ്പ് ചോദിക്കും. ഓക്കെ കൊടുക്കുക. അപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ഫോൾഡർ ഇവിടെ കാണുന്നുണ്ട്. ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ആദ്യത്തിലൊരു ഡോട്ടും ഉണ്ട് ആ പേരിന് കൂടെ. ഞാൻ ആ ഫോൾഡർ ക്ലിക്ക് ചെയ്തു. ഫോൾഡർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫോട്ടോ വീഡിയോ ഒന്നുമില്ല. ഇനി ഫോട്ടോ വീഡിയോ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളതെങ്കിൽ ആ ഫോൾഡറിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് DCM എന്നുള്ള ഫോൾഡർ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ട്. ക്യാമറയിൽ എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഒളിപ്പിച്ച് വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് മൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തെങ്കിൽ SD കാർഡിലാണോ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണോ ഏതിൽ വേണമെങ്കിലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഞാനിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. അത് സെലക്ട് ചെയ്തു. ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ആ ഫോൾഡർ ഇതുപോലെ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മൂവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫോൾഡറിനകത്താണ് നമുക്ക് ആ ഫോട്ടോ വീഡിയോ കാണാൻ സാധിക്കുക. ഇനി ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ആ ഒരു ഫോൾഡറിലാക്കിയതിന് ശേഷം നമ്മുടെ ഫയൽ മാനേജർ വീണ്ടും ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഷോ ഹിഡൻ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഓഫാക്കി കൊടുത്ത് നമ്മൾ ഇനി ഫയൽ മാനേജറിലേക്ക് വന്നാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൾഡർ ഇനി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ പോയാൽ ഗാലറിയിലും കാണില്ല. ഫയൽ മാനേജർ തിരഞ്ഞ ഫയൽ മാനേജറിലും ആ ഫോട്ടോ വീഡിയോ ആ ഒരു ഫോൾഡർ കാണാൻ സാധിക്കില്ല. ആ ഫോട്ടോ മൊത്തത്തിൽ ആ ഫോൾഡർ ഹൈഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ ഇനി ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്ത് കാണാൻ സാധിക്കില്ല. ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. ഇടത് ഭാഗത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷോ ഹിഡൻ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫയൽ മാനേജറിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡർ കാണാനുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഫോട്ടോ ഇവിടെ കാണാനുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് നമ്മുടെ ഫോട്ടോ വീഡിയോ ഒളിപ്പിച്ച് വെക്കാൻ ഒരു പ്രത്യേക ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഒരു ആപ്പും ഇല്ലാതെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.